പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. നമ്മുടെ ഉള്ളത് ഷാബു പ്രസാദ് ആണ്. സാർ നമസ്കാരം. നമസ്കാരം. പറയൂ സാർ, നമ്മൾ ബങ്കർ ബസ്റ്റർ ബോംബറുകളെ കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുക്കം ഇറാനിലേക്ക് അമേരിക്ക നടത്തിയ B-2 വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ വാർത്തകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ വലിയ ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ വായിച്ചിരുന്നതും മനസ്സിലാക്കിയതുമൊക്കെ. ഏറ്റവും ഒടുക്കം മണിക്കൂറുകൾക്ക് മുൻപ് വരുന്ന വിവരം ഇന്ത്യ ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സാർ, ഇത് എത്ര കണ്ട് പോസിബിൾ ആണ്? ബിക്കോസ് ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ബോംബുകളാണ്, അതിഭീകരമായ വെയിറ്റ് ആണ്. അപ്പൊ ഇതിനെയൊക്കെ വഹിച്ചുകൊണ്ട് പോകണമെങ്കിൽ വിമാനങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് B-2 ബോംബറുകൾ പോലുള്ള വിമാനങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ എന്താണ് ഇന്ത്യയുടെ ഒരു മിഷൻ എന്ന് പറയാം? എനിക്ക് ആദ്യം പറയാം, ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം എന്ന് പറയാതെ, മനുജ പറഞ്ഞത് കറക്റ്റാണ്. ഇത് വളരെ ഹെവിയാണ്. ഇതിന്റെ ഈ ഭാരം തന്നെയാണ് ഈ ബോംബിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇപ്പൊ പലരും കരുതുന്ന പോലെ ഇത് ഇതിന്റെ ഭൂമിക്കുള്ളിലേക്ക് കയറി അവിടുത്തെ ലക്ഷ്യത്തിനെ തകർക്കുന്നതാണ്. ഇപ്പൊ പൊതുവെയുള്ള പലരും ധാരണ ഇതിന്റെ മുമ്പിൽ എന്തോ ഒരു ഡ്രില്ല് വെച്ചിട്ടുണ്ട്, ഭൂമിയിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ ഇത് തുരന്ന് അകത്തോട്ട് പോവുകയാണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. ഇത് സാധാരണ ബോംബുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഭൂമിയിലേക്ക് ഇടുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഇടുന്നു, ആ ലക്ഷ്യത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ ഉള്ളിലെ ഫ്യൂസുകൾ പ്രവർത്തിച്ച് ബോംബ് അവിടെ എക്സ്പ്ലോഡ് ചെയ്യും. എന്നാലേ ഈ എന്തൊരു സാധനവും, ഇപ്പൊ നമ്മൾ വളരെ ഉയരത്തിൽ നിന്നൊരു സാധനം താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി ഉണ്ടാവില്ലേ? അത് കുറച്ചുകൂടെ ഉയരത്തിൽ നിന്നിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ കുഴി ഉണ്ടാവില്ലേ? അത് വീണ്ടും ഉയരത്തിൽ നിന്നിട്ടാൽ വീണ്ടും ഒരു കുഴിയുണ്ട്, ആ കുഴിയുടെ ആഴം ഇങ്ങനെ കൂടിക്കൂടി വരില്ലേ? ഇത് തന്നെയാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ വളരെ ഹെവി ആയിട്ടുള്ള ഒരു സാധനം പരമാവധി ഉയരത്തിൽ നിന്ന് ഇടുമ്പോൾ അത് ഭൂമിക്ക് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവണം. രണ്ട് കാര്യങ്ങൾ അവിടെ നോക്കണം. ഒന്ന്, ഇത് ഭൂമിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പൊട്ടിച്ച് തകർന്നു പോകാൻ പാടില്ല. അത് വളരെ ഹെവി ആയിട്ടുള്ള മെറ്റൽ ആയിരിക്കണം. അങ്ങനെയുള്ള കോമ്പാക്ട് അതുപോലുള്ള മെറ്റൽസ് ആയിരിക്കണം അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ രണ്ട്, ഇത് ഭൂമിയിൽ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ സാധാരണ ബോംബുകളെ പോലെ പൊട്ടിത്തെറിക്കാൻ പാടില്ല. ഇത് ചിലപ്പോൾ 50 മീറ്റർ 100 മീറ്റർ ഒക്കെ താഴെയായിരിക്കും ഈ ബങ്കർ ഉണ്ടാവുക. അവിടെ വരെ എത്തിയതിനു ശേഷം മാത്രമേ ഇത് പൊട്ടാൻ പാടുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ. പിന്നെ പിന്നെ കൃത്യത. ഇപ്പൊ സാധാരണഗതിയിൽ ഈ ബോംബുകളോ മിസൈലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രിസിഷൻ റേഞ്ച് ഉണ്ട്. ഇപ്പം ബാലിസ്റ്റിക് മിസൈലിന്റെ ഒക്കെ പ്രിസിഷൻ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 500 മീറ്റർ ആണ്. ആ ഒരു 500 മീറ്ററിൽ എവിടെയെങ്കിലും ഇത് ചെന്ന് വീഴും. അപ്പൊ അതൊരു നഗരത്തിനെയൊക്കെ ലക്ഷ്യമാക്കിയിട്ടാണ് വിടുക. അപ്പൊ ആ നഗരത്തിന് അത് മതി, ആ നഗരത്തിൽ എവിടെയെങ്കിലും വീണാൽ മതിയല്ലോ. എന്നാൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ബങ്കറിന്റെ മുകളിൽ തന്നെ പതിക്കണം. അതായത് 100 മീറ്റർ ദൂരെ പോയി വീണുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ 2-3 കാര്യങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഇറാനിലിട്ട ബോംബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് GBU-57 എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബാണ്. അതിന് 14,000 കിലോഗ്രാം 14 ടൺ അതിന് വെയിറ്റ് ഉണ്ട്. അതിൻ്റെ അത് 2,500 കിലോ മാത്രമേ സ്ഫോടക വസ്തുക്കളുള്ളൂ. പക്ഷെ ബാക്കി മുഴുവൻ ഈ ബോംബിന്റെ ഭാരമാണ്. ഈ ഭാരമാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യക്ക് ഉണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ, പക്ഷെ അത് ചെറിയ ബങ്കറുകളൊക്കെ തകർക്കാൻ കഴിയുള്ളൂ. ഇപ്പം ബാലക്കോട്ട് ആക്രമണം നടന്നല്ലോ 2019 അതിലുപയോഗിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബാണ്. ഒരു കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഒക്കെ അങ്ങ് അപ്പുറത്ത് പോകും. പക്ഷേ വലിയ ബങ്കറുകൾ ചിലപ്പോൾ 10-15 മീറ്റർ കനത്തിലുള്ള കോൺക്രീറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ബങ്കറുകൾ ഉണ്ടാവും. ആ ബങ്കറുകൾ തകർക്കാൻ അതിന് വളരെ ഹെവി ആയിട്ടുള്ള ബോംബുകൾ തന്നെ വേണം. അപ്പൊ ഇത് ഈ ഹെവി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ GBU-57 ഒക്കെ വളരെ ഹെവി ആയതുകൊണ്ട് തന്നെ അത് വഹിക്കാൻ മനുജ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ കപ്പാസിറ്റിയുള്ള ഹെവി ലിഫ്റ്റ് ബോംബറുകൾ തന്നെ വേണം. അത് B-2 സ്പിരിറ്റ് മാത്രമേ ഇന്നുള്ളൂ, അത് അമേരിക്കയുടെ കയ്യിലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഒരു പരിമിതിയാണത്. നമുക്ക് അതുപോലെയുള്ള വലിയ ബോംബറുകളില്ല. അതുപോലെയുള്ള വലിയ 17,000 കോടി രൂപയാണ് ആ ബോംബറിന്റെ വില, ആ ഒരു വിമാനത്തിന്റെ വില. അത് മേടിക്കാൻ നമുക്കൊണ്ട് സാധിക്കുകയില്ല, നടക്കുന്ന കാര്യമില്ല അത്. അപ്പൊ എന്താണ്, മിസൈലിന് അഗ്നി 5 മിസൈൽ ഉണ്ട്. അത് ഏതാണ്ട് ടോട്ടലി 8,000 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച്. 1,500 കിലോഗ്രാം എക്സ്പ്ലോസീവ്സുമായിട്ട് 8,000 കിലോമീറ്റർ വരെ പോകും. അതാണ് അതിന്റെ റേഞ്ച്. ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഈ പേലോഡ് കപ്പാസിറ്റി 1,500 കിലോ എന്നുള്ളത് അത് കൂട്ടുകയാണെങ്കിൽ ഇതിന്റെ റേഞ്ച് കുറയും.
ഇപ്പൊ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 7500 കിലോഗ്രാം ഭാരമുള്ള ഒരു ബോംബ് ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8000 എന്നുള്ളത് 2500 കിലോമീറ്റർ ആയിട്ട് കുറയും. അതിനുശേഷം അത് ഈ മിസൈല് ലക്ഷ്യത്തിൽ എത്തിക്കുക. അപ്പൊ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ പ്രിസിഷൻ റേഞ്ച് വളരെ കൂടുതലാണ്, 500 മീറ്റർ വരെ. അപ്പൊ ബങ്കർ ബസ്റ്റർ ബോംബിന് അത് പറ്റില്ല. അത് മാക്സിമം ഒരു 20 മീറ്റർ മാത്രമേ പാടുള്ളൂ, ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാതെ പോകും. ഇപ്പൊ DRDO ചെയ്തിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്നി മിസൈലിന്റെ അഗ്നി 5 മിസൈലിന്റെ ഈ പ്രിസിഷൻ റേഞ്ച് 10 മീറ്ററിന് താഴെ എത്തിച്ചിരിക്കുകയാണ്. അത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇതിന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രിസിഷൻ ഇത്രമാത്രം കൃത്യമാക്കുന്നത്. മാത്രമല്ല ഇത് 7500 കിലോഗ്രാം ആണ്, മറ്റേത് 14000 കിലോ ഉണ്ട്. ഇതിന്റെ അകത്ത് 1000 കിലോഗ്രാമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ശേഷി കുറവല്ലേ എന്നൊരു സംശയം വരാം. തീർച്ചയായിട്ടും അവിടെ ഒരു ചോദ്യം, അമേരിക്കയോട് കമ്പയർ ചെയ്യുമ്പോ ഇത് എത്ര കണ്ടത് ഇതാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ അമേരിക്കയുടെ ഈ ബോംബ് GBU-57 ഡ്രോപ്പ് ചെയ്യുന്നത് ഏകദേശം ഒരു 30,000 അടി 9 കിലോമീറ്റർ മുകളിൽ നിന്നാണ്. ആ 9 കിലോമീറ്ററിൽ നിന്ന് താഴേക്ക് വരുന്തോറും അതിന്റെ സ്പീഡ് കൂടി വരും. അങ്ങനെ വളരെ വലിയ വേഗത താഴെ അത് എത്തുമ്പോഴേക്കുണ്ടാകും. ആ കൈനറ്റിക് എനർജിയും ഭാരവുമാണ് അതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യുന്നത്. എന്നാൽ ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ വാർഹെഡ് ഡ്രോപ്പ് ചെയ്യുന്നത് ഏകദേശം 100 കിലോമീറ്റർ മുകളിൽ നിന്നാണ്. ഈ എല്ലാ ബാലിസ്റ്റിക് മിസൈലും ലോങ് റേഞ്ചിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം ആദ്യം സ്പേസിലേക്കാണ് പോവുക. അത് കഴിഞ്ഞത് ഒരു ഉപഗ്രഹം പോലെ സ്പേസിലൂടെ സഞ്ചരിച്ച് ഈ ടാർഗറ്റിന് മുകളിൽ എത്തുമ്പോൾ, അതിന്റെ സമീപം എത്തുമ്പോൾ, ആ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പ്ലേസിൽ എത്തുമ്പോൾ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് റീഎൻട്രി ചെയ്യും. റീഎൻട്രി ചെയ്ത് നേരെ താഴേക്ക് വരിക ചെയ്യുന്നത്. 9 കിലോമീറ്റർ മുകളിൽ നിന്ന് 14,000 കിലോഗ്രാം ഭാരമുള്ള ഒരു സാധനം വീഴുന്നതിന്റെ എത്രയോ ഇരട്ടി ഇമ്പാക്റ്റ് ആണ് 7500 കിലോഗ്രാം ഉള്ള ഒരു സാധനം ഒരു 80-100 കിലോമീറ്റർ മുകളിൽ നിന്ന് വീഴുമ്പോൾ. ഉയർച്ച കൂടുമ്പോൾ വീഴ്ചയുടെ ശക്തി കൂടും എന്ന് നമ്മൾ ദാർശനികമായിട്ട് പറയാറുണ്ട്. അത് തന്നെ അവിടെയാണ് നമ്മളിപ്പോ ഈ ഇന്ത്യ ഇപ്പൊ ചരിത്രം കുറിച്ചിരിക്കുന്നത്. അതിന്റെ കാര്യം ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല അത്. കാര്യം ഇതിന്റെ ഈ സംഭവം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കണം. ഇപ്പൊ ഇന്ത്യ ഒരു 57 പുതിയ സാറ്റലൈറ്റുകൾ അയക്കാൻ പോവുകയാണ് നമ്മുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. അതേപോലെ തന്നെ നമ്മുടെ നാവിക് സാറ്റലൈറ്റ് സിസ്റ്റം, നമ്മുടെ സ്വന്തം GPS, അത് ഇങ്ങനെ റെഡിയായി വരുന്നു. പിന്നെ ഭൂമിയിലുള്ള കൺട്രോൾ സിസ്റ്റംസ്, റഡാർ, അങ്ങനെ ഒരുപാട് വലിയ ഒരു ഹ്യൂജ് ടെക്നോളജിക്കൽ നെറ്റ്വർക്ക് കറക്റ്റായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ മിസൈലിനെ കൃത്യമായി ഗൈഡ് ചെയ്ത് അതിന്റെ ആ കൃത്യമായ സ്പോട്ടിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് അങ്ങനെ ഒരു സിസ്റ്റം ഇന്ന് വേറെ ഒരു രാജ്യത്തിനുമില്ല. അതായത് നമ്മുടെ പരിമിതിയെ, വലിയ ബോംബറുകളില്ല എന്ന പരിമിതിയെ നമ്മൾ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ട്. തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയ ന്യൂസ് ആണ് സാർ. ഇത് വലിയ രീതിയിൽ ഇന്ത്യയുടെ മിലിറ്ററി സംവിധാനങ്ങളെയൊക്കെ എക്വിപ്പ് ചെയ്യുമല്ലോ. വലിയ രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് ആണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ? ഏത് തരത്തിലാണ് ഇന്ത്യ ഒരു മാറുന്ന ഒരു ഇന്ത്യ? കാര്യം നമുക്ക് സേനയെ, യുദ്ധമേ വേണ്ട, മിലിറ്ററി സേനയെ വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് മാറി ഇതാ ഇപ്പോൾ നമ്മൾ അതിൽ എക്വിപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ടിങ് വലിയ രീതിയിൽ വ്യാപകമായി നമ്മൾ ആരംഭിക്കുന്നു. ആയുധ വിപണിയിൽ നമ്മൾ ഒരു സ്ഥാനം ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഇന്ത്യ? അതെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ പ്രഖ്യാപിത പോളിസിക്ക് മാറ്റമൊന്നുമില്ല. അതായത് നമ്മൾ യുദ്ധം വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ്, സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഈ സമാധാനം ഉണ്ടാകണമെങ്കിൽ അവിടെ ആയുധങ്ങൾ ഉണ്ടാവണം. അതാണ് നമ്മളിപ്പോ പലരും പറയും, നമ്മൾ ഈ ഓരോരുത്തർ ഈ വളരെ എന്താണ് ഇങ്ങനെ കാൽപ്പനികമായിട്ട് പറയും, ഈ ആയുധങ്ങളൊക്കെ എന്തിനാണ്, മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയല്ലേ, ഇതുകൊണ്ട് എത്ര പേരുടെ പട്ടിണി മാറും, ഇതൊക്കെ അങ്ങനെയൊക്കെ വലിയ കാവ്യാത്മകമായിട്ടൊക്കെ പറയും. പക്ഷേ ലോകത്തിന്റെ സമാധാനം നിലനിർത്തുന്നത് ഈ ആയുധങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിഫൻസ് മേഖലയിൽ ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയൊക്കെ സമാധാനത്തിന്റെ വാല്യൂ ആണത്. അതാണ് അതിന്റെ ഫാക്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്രയും നാളും
ലോകത്തിലെ ഏറ്റവും വലിയ ഡിഫൻസ് പർച്ചേസർ ആയിരുന്നു, ഇമ്പോർട്ടർ ആയിരുന്നു ഇന്ത്യ. അതിൽ നിന്ന് മാറി ഇന്ത്യ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനാണ് തുടങ്ങുന്നത്. നോക്കൂ, ഈ രാജ്യങ്ങളെല്ലാം, ഈ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും ഇവരെല്ലാം സമ്പന്നമായത് എങ്ങനെയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം വിറ്റ് തന്നെയാണ്, ആയുധ കച്ചവടത്തിൽ കൂടെ തന്നെയാണത്. അതൊരു വലിയ പോസിബിലിറ്റി ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ കിടക്കുന്നു. വളരെ ഒരു എവർഗ്രീൻ മാർക്കറ്റാണത്, അതൊരിക്കലും അവസാനിക്കില്ല. അത് ഇപ്പൊ ഇന്ത്യ ഇപ്പൊ ബ്രഹ്മോസിന് വളരെ വലിയ മാർക്കറ്റായി കഴിഞ്ഞു ലോകം മുഴുവനും. ഇപ്പൊ നമ്മുടെ ആവശ്യം കഴിഞ്ഞു, അതുപോലെ നമുക്ക് അവരുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ ആയി കഴിഞ്ഞു. അതേപോലെ തന്നെ ആകാശ് മിസൈലിന് വളരെ വലിയ ഡിമാൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് ഈ S-400 ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസ് സിസ്റ്റമാണ്, ഒരു ഇതില്ല. ബട്ട് റഷ്യക്ക് പോലും കഴിയാത്ത രീതിയിൽ ഇവിടെ അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞു. റഷ്യയിൽ ഉക്രൈൻ പലതും അടിച്ചു. അപ്പം ഇന്ത്യൻ മെയ്ഡ് S-400 കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ തമാശ രൂപത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ അതിന്റെ അടുത്ത വർഷം S-500 അടുത്ത വർഷം മുതൽ ഇവിടെ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു ഇന്നോവേറ്റീവ് ഐഡിയാസും നമ്മുടെ ആ ഒരു സെക്യൂരിറ്റി ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വെറുതെ അവിടെ നിന്ന് കിട്ടുന്ന സാധനം അങ്ങനെ തന്നെ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, നമുക്കനുസരിച്ചുള്ള മാറ്റം. അപ്പം ഇപ്പൊ ഫ്രാൻസിൽ നിന്നും റഫേൽ വിമാനങ്ങളൊക്കെ ഹൈദരാബാദ് നിർമ്മിക്കാൻ പോകുന്നു. ഇതുപോലെ ഒരുപാട് മേഖലയിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയാണല്ലോ. ഇതൊരു ഇന്ത്യയുടെ ഒരു ന്യൂ പോളിസി ആണോ? അതായത് ഒരു ഗ്ലോബൽ, ഇപ്പൊ സാറ് പറയുന്നത് സാമ്പത്തികമായ ഒരു മെച്ചപ്പെടൽ. നമുക്കറിയാം ജപ്പാനെ മാറി 4th ബിഗ്ഗസ്റ്റ് എക്കോണമിയായി മാറുന്നു. അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ 3ാമത്തെ പൊസിഷനിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഉണ്ടോ ഇതിൽ? ഉണ്ട്. ഇപ്പം ഒരു കാര്യമുണ്ട്, ഈ പോളിസിയിൽ വന്നൊരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് റഫാൽ മാത്രമല്ല, ഈ നമ്മൾ Su-57 വിമാനം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, റഷ്യയുടെ ലൈസൻസോട്. ഇപ്പോൾ ഉള്ള ഡിഫൻസ് പർച്ചേസിന്റെ അകത്തെ ഒരു ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. അത് എന്ന് വെച്ചാൽ ഇപ്പം റഫാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നു. ആ കരാറിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അവർക്ക് പണം കൊടുക്കുമല്ലോ, ആ കൊടുക്കുന്ന പണത്തിന്റെ പകുതി അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പാർട്ട്ണർ അത് അവർക്ക് അവരെ തിരഞ്ഞെടുക്കാം. അപ്പം ഈ റഫാലുമായിട്ട് ഉണ്ടാക്കിയ ഡീല് പ്രകാരം ഈ റഫാലിന്റെ കുറെ പാർട്സ്, ചിറക്, ഫിന്ന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കണം. ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് അവർ വാങ്ങണം. അപ്പോൾ ഇന്ത്യയിലെ കുറെ കമ്പനികളുമായിട്ട് അത് അവർക്ക് തിരഞ്ഞെടുക്കാം. അതിലൊന്നാണ് അംബാനിയുടെ കമ്പനി, അനിൽ അംബാനിയുടെ കമ്പനി. അതിന്റെ പേരിൽ പറഞ്ഞത് ഇന്ത്യ ഇതെല്ലാം കൂടെ അംബാനിക്ക് എഴുതി കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ നടന്ന് വിളമ്പെക്കുന്നതിന്റെ സംഭവം. അവർക്ക് അവരുടെ ഇന്ത്യൻ പാർട്ട്ണറെ അവർക്ക് തിരഞ്ഞെടുക്കാം, പക്ഷെ ആ പണം അവർ ഇന്ത്യയിൽ മുടക്കണം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു സെഗ്മെന്റ് വളരുകയാണ്. ആ സെഗ്മെന്റ് വളരുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അവിടെ ജോലി സാധ്യതകൾ വരികയാണ്. അവിടെ ജോലി ചെയ്യുന്നവര് ക്രമേണ ഈ ടെക്നോളജിയായിട്ട് എക്സ്പെർട്ടൈസ്ഡ് ആകും. അവിടെ നിന്ന് ഏതെങ്കിലും നാളെ ഒരു പാണ്ഡെയോ അംബാനിയോ ഒക്കെ പുറത്തു വന്ന് അവൻ സ്വന്തം കമ്പനി തുടങ്ങും. അങ്ങനെയാണ് ഈ സെഗ്മെന്റ് വളരെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ വളരെ വലിയ മൾട്ടിഫോൾഡ് ആയിട്ടുള്ള ഒരു ചെയിൻ റിയാക്ഷൻ ആണത്. അങ്ങനെ ആ പോളിസി ഈ മേക്ക് ഇൻ ഇന്ത്യ വന്നതിന് ശേഷം കൊണ്ടുവന്ന പോളിസിയാണ്. അത് അങ്ങനെയാണ് ഇപ്പൊ റഫാൽ ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, ഇതേപോലെയുള്ള വലിയ ഇങ്ങനത്തെ ഡിഫൻസ് ഈ കമ്പനികൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അവിടെ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഇവിടെ ഉണ്ടാക്കാൻ കഴിയും, ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യാനും കഴിയും. അതിന് അവർക്ക് വേണ്ടത് വിശ്വസ്തരായ പാർട്ട്നേഴ്സിനെയാണ്, വിശ്വസ്തരായ രാജ്യങ്ങളെയാണ്. ഇന്ത്യക്ക് ആ വിശ്വാസ്യത ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ബോയിങ് ഇവിടെ പ്ലാന്റ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്, അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ബോയിങ് ആദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക് പുറത്ത് ബോയിങ് അവരുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങാൻ പോകുന്നത്. ഇങ്ങനെ ഡിഫൻസ് മേഖലയിൽ ഒരുപാട് പ്രൈവറ്റ് കമ്പനീസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് വളരുന്നത്. അതുപോലെ ഒരു കാര്യം, നമ്മളിപ്പോൾ അമേരിക്കയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ തന്നെ EF-35 ഉണ്ടാക്കുന്ന ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു സ്വകാര്യ കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ് ഒരു സ്വകാര്യ കമ്പനിയാണ്, സ്പേസ് എക്സ് ഒരു സ്വകാര്യ കമ്പനിയാണ്. അങ്ങനെ അവർ അങ്ങനെയുള്ള ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ടാക്കിയത് കൊണ്ടാണ് അവർ ആ മേഖലയിൽ ഒരുപാട് വളർന്നത്. അതേപോലെയുള്ള ഒരു ഡിഫൻസ് എക്കോസിസ്റ്റം ഇവിടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് വളർന്നു വരികയാണ്, ഗ്രോയിങ് ആണ്.
അതുകൊണ്ട് ഫ്യൂച്ചർ വളരെ 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 ബ്രൈറ്റ് ആണ്. ഇപ്പൊ തീർച്ചയായിട്ടും. DRDO ഒക്കെ ഒരു എന്തായാലും ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുകയാണ്. അവര് പിന്നെ അതിന്റെ അകത്ത് ഇന്നോവേഷൻസ് വരുത്തി അവർ അതിനെ കൂടുതൽ വളർത്തും. അങ്ങനെയാണ് ഇത് പോകുന്നത്. വളരെ നിസ്സാരമായൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകളൊക്കെ നോക്കുന്ന സമയത്ത് ഈ മൊബൈൽ കച്ചവടക്കാരുടെ അടുത്ത് പോയിരുന്നിട്ട് മേക്ക് ഇൻ ഇന്ത്യ അത്ര നല്ലതല്ലല്ലേ എന്ന് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ട്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായാണ് സാർ ഇപ്പോ പറയുന്നത്. കോൺഗ്രസ്സുകാർ അത് ഒന്നും പറയാനില്ല മനുഷ്യൻ. പറയാ ഇപ്പൊ ഒരു കാര്യം ആലോചിച്ചു നോക്കും. ഞാൻ പറഞ്ഞില്ല, അത് വിട്, അതിനെപ്പറ്റി നമുക്ക് അഭിപ്രായം പറയണ്ട. അതല്ല, ഈ മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു ഗുണം ശരിയാണ് ഈ പറഞ്ഞ പോലെ. എന്താണ് നമ്മൾ ലോകത്തിനോട് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ ഇവിടെ വരും, ഇവിടെ ഉണ്ടാക്കും, ഇവിടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിൽ വിൽക്കുക. ഇതാണ് ഒറ്റ വരിയിൽ ഇതിന്റെ അർത്ഥം. ഈ ജപ്പാനും ചൈനയും ഒക്കെ എങ്ങനെയാണ് വളർന്നതെന്നറിയോ? അതേപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റില് അവിടെ ഉണ്ടാക്കി, അവിടെ ഇപ്പം ഓരോ കമ്പനികൾ അവിടെ വന്ന് തുടങ്ങി. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഇപ്പൊ എത്രമാത്രം ചൈനീസ് ഫോണുണ്ട്, ഹുവായി, ഓപ്പോ, നല്ല ഫോണുകളാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങും ആപ്പിളും ഇങ്ങനെയുള്ള കമ്പനികൾ ചൈനയിൽ പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അവിടെ ഉള്ള ലോക്കൽ ആൾക്കാരെ അവിടെ ജോലിക്ക് വെച്ചു. അവിടെ നിന്ന് ഇത് മുമ്പേ പറഞ്ഞ പോലെ പഠിച്ച ഏതെങ്കിലും ഹാങ് ഹൂങ് ഹി എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഒരുത്തൻ, അതിൻ്റെ അകത്ത് മിടുക്കനായിട്ടുള്ള ഒരുത്തൻ അവിടുന്ന് പുറത്ത് ചാടി അവനൊരു കമ്പനി തുടങ്ങും. അത് നാളെ ഒരു ഒപ്പോയായിട്ട് വളരും, അല്ലെങ്കിൽ ഒരു ഹുവായി ആയിട്ട് വളരും. ഇങ്ങനെയാണ് ലോകത്ത് ടെക്നോളജി വളരുന്നത്, ടെക്നോളജി വ്യാപിക്കുന്നത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമ്മൾ ഒരുപാട് വൈകുമ്പോൾ നമുക്ക് പതിറ്റാണ്ടുകൾ നഷ്ടപ്പെട്ടു പോയി. ഇത് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഒരു കാരണം. ഇങ്ങനെ ടെക്നോളജി വളരുള്ളൂ, ഇങ്ങനെയാണ് ടെക്നോളജി വ്യാപിക്കുന്നത്. ഇപ്പം നോക്കൂ, ഒരു 10 വർഷം മുമ്പ് നമ്മുടെ കയ്യിൽ നമ്മൾ വാങ്ങുന്ന ഫോണുകളിൽ 95% ഫോണുകളും ഒന്നുകിൽ മെയ്ഡ് ഇൻ തൈവാൻ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ചൈന ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ ഈ 95% മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. സംഭവം ശരിയാണ്, പലയിടത്തുനിന്ന് പാർട്സ് കൊണ്ടുവരുന്നുണ്ട്, അതിന്റെ സ്പെയർ കൊണ്ടുവരുന്നുണ്ട്, ഇവിടെ വെച്ച് അസംബിൾ ചെയ്യുകയാണ്. പക്ഷെ അവിടെ ജോലി ചെയ്യുന്നവർ മുഴുവനും ആരാണ്? നമ്മുടെ ആൾക്കാരാണ്, ഇന്ത്യൻസ് ആണ് ജോലി ചെയ്യുന്നത്. അവരാണ് അതിൻ്റെ അകത്തുനിന്ന് എക്സ്പെർട്ടൈസ് ആവുന്നത്. ഇതാണ് നാളത്തെ അവർക്ക് കിട്ടുന്ന ആ വൈദഗ്ധ്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം. അതാണ് നമ്മുടെ ഫ്യൂച്ചർ. അങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ എന്ത് പറയാനത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഷളായി പോകും. തീർച്ചയായിട്ടും. എന്തായാലും വളരെ വലിയൊരു കാര്യമാണ്. ബങ്കബസ്റ്റർ ബോംബറുകൾ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി അമേരിക്കയെ വെല്ലാൻ പോകുന്ന ഇന്ത്യ എന്നൊരു തരത്തിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നുണ്ട് സാർ. എന്തായാലും ഒരുപാട് നന്ദി മറുനാടിനോട് സംസാരിച്ചത്. വളരെ വാലിഡ് ആയ ഇൻഫർമേഷൻ പങ്കുവച്ചു. താങ്ക് യു.